സംസ്ഥാനത്തുടനീളം ഇത്രയും മഴയുണ്ടായിട്ടും ശുദ്ധജലം കിട്ടാത്ത സാഹചര്യമുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളുമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഴക്കാലമായിട്ട് പോലും കുന്നിറങ്ങി താഴെ കുഴിയിൽ നിന്ന് വെള്ളമെടുത്ത് പോകേണ്ടി വരുന്ന ഒരു ആളുകളുണ്ട്, ഒരു സംഘം. ഏറനാട് ചാലിയാർ പഞ്ചായത്തിലെ പണപ്പൊയിൽ ആദിവാസി കോളനി വാസികൾക്കാണ് വീട്ടാവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ശുദ്ധജലം കിട്ടാത്ത അവസ്ഥ. 10ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയിൽ ഒരു ശുദ്ധജല സ്രോതസ് എന്ന ആവശ്യം അത് ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. കോളനിയിലെ കിണർ നന്നാക്കിയെടുക്കാൻ ഫണ്ടൊക്കെ വകയിരുത്തി, എന്നാൽ ടെൻഡർ എടുത്തവർ അതിൽ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. CV അനുമോദ് മലപ്പുറത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏറനാട് ചാലിയാർ പഞ്ചായത്തിലെ പണപ്പൊയിൽ ST കോളനിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മഴ പെയ്തു തുടങ്ങിയതോടെ ഈ നാട്ടിലെ കുടിവെള്ള പ്രശ്നമൊക്കെ ഏറെക്കുറെ തീരുന്ന സാഹചര്യമാണ്. പക്ഷേ ഇവിടുത്തെ കാഴ്ചകളും സാഹചര്യവും അല്പം വ്യത്യസ്തമാണ്. ഇവിടെ ഇപ്പോഴും കുടിവെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. 200 മീറ്ററോളം താഴേക്ക് നടന്നുപോയി ഒരു കുഴിയിൽ നിന്നാണ് ഇവിടെയുള്ളവർ വെള്ളം ശേഖരിക്കുന്നത്. ഈ 10 വീടുകളാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ളവർക്ക് ആശ്രയമാകുന്ന അതിനുവേണ്ടി നിർമ്മിച്ച ഒരു കിണർ ഇവിടെയുണ്ട്. പക്ഷെ അത് ഉപയോഗശൂന്യമാണ്. അതിന്റെ നവീകരണവും അറ്റകുറ്റപ്പണിയും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇവർക്ക് കുടിവെള്ളത്തിന് ഇവിടെ ഒരു ശാശ്വത സൗകര്യം ഒരുക്കണമെന്ന് പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു. അതിനുള്ള ഫണ്ടും വകയിരുത്തിയിരുന്നു. പക്ഷേ ആ പദ്ധതിയും എവിടെയും എത്തിയിട്ടില്ല. ഇപ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ പോലും ഇവർക്ക് ഈ ഒരു കുന്നിറങ്ങി വെള്ളം ഒരു കുഴിയിൽ നിന്നും എടുത്തു കൊണ്ടുവരേണ്ട സാഹചര്യമാണുള്ളത്. നമ്മളോടൊപ്പം ഇവരെന്നെ ചേരുന്നു. ചേച്ചി, വലിയ ബുദ്ധിമുട്ടല്ലേ? പിന്നല്ലാണ്ട് ഞങ്ങൾ എത്ര ഇടങ്ങാറാണ് വെള്ളത്തിനെന്നാ. കാലം കുറേ ആയി. ഈ എഴുതി കൊടുക്കണല്ലോ ആരും ഞങ്ങൾക്ക് ഇതിനെ പറ്റിയൊരു തീരുമാനമല്ല. അപ്പൊ ഞാൻ വെള്ളം എടുക്കണ പാത്രം കിണറ്റിൽ കണ്ടിട്ടുണ്ടാവും. എല്ലാത്തിനും വേണ്ട വെള്ളേറ്റ. മക്കളൊക്കെ പോണ കുട്ടികളാ ഒക്കെ 8 മണിക്കും പോവും. അപ്പൊ ഈ മക്കൾക്ക് വെള്ളം വേണ്ടേ? അല്ലാണ്ട് ഞങ്ങൾ തൊഴിലുറപ്പിന് പോണ ആൾക്കാരാണ്. പണിക്ക് പോകാനാവുന്ന എവിടെ വെള്ളം കിട്ടുക? അതാണ് ഒരു നല്ല മഴ പെയ്ത് ആ വെള്ളം കലങ്ങും. എന്നിട്ട് അത് ഊറാൻ വെച്ചിട്ട് വേണം. ഡോക്ടർമാര് വരുമ്പോ പറയും നല്ല തിളപ്പിച്ച് കുടിക്കണം. ഈ കലക്ക് വെള്ളം കുടിച്ചോണ്ട് മതിയോ? ഞങ്ങൾ സൂക്കട് മാറുവോ? അതാണ് കുഴി തന്നെയാണ്. അത് കിണറൊന്നല്ല. അതുകൊണ്ട് ആട് പോകുമ്പോണ്ടായിരുന്നു. അതിന് ആടൊക്കെ വെള്ളം കൊടുക്കണ്ടൊക്കെ കുഴിയാണ് അത്. പിന്നെ ഞങ്ങള് താത്തി ഇപ്പൊ അയത്ത വെള്ളമാണ് ഈ പെരക്കാര് മുഴുവനും കുടിക്കണത്. ആ വെള്ളമാണ്. ഞങ്ങൾ പഞ്ചായത്തിൽ പോയി. അവിടെ ഒരു ദിവസം ഉച്ചയാകണ വരെ വൈകുന്നേരമാണ് വരെ ഇരുന്നതാ. എന്നിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി തന്നിട്ടില്ല. ഈ ഒരു കിണർ നേരാക്കാൻ വേണ്ടിയിട്ട് കുറെ കാലം പറയാനുണ്ട്. പിന്നെ കുറെ ഇവര് അരീക്കോട് അറ്റം പോയി വരാതെയും കൊണ്ട് എന്നിട്ടും അതിനൊരു കുറിച്ചും പറയുന്നില്ല. ഇല്ല. അതിനൊക്കെ എന്നോ ഒരു കാലം അളവെടുത്ത് പോയി. പിന്നെ അതും ഇല്ല. ഈ കുന്നും പുറത്തൊക്കെ ആരും നോക്കാനും പറ്റില്ല. റോഡിന് കൊടുത്തു, കിണറിന് കൊടുത്തു, പെരക്ക് കൊടുത്തു. ഒന്നും ഒരു സഹായം ഇല്ലെന്ന് പറഞ്ഞ ഒരു സഹായം ഇല്ല. ഈ മഴക്കാലാവുമ്പോ ഇനി എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഇവിടെ? ഞങ്ങള് കണ്ടോല കൂലിപ്പണിക്ക് നമ്മൾ 8 മണിയാകുമ്പോ എത്തണം. ഈ വെള്ളം കോരിയാൽ നമ്മളല്ലെങ്കിൽ പണിക്ക് പോകും. വരുമ്പോ 7 മണിയാവും. 7 മണിയാകുമ്പോ പറഞ്ഞ ഈ ആണുങ്ങളെല്ലാത്തോട്ട് നമുക്ക് ആരെ തുണ കിട്ട വെള്ളത്തിന് പോകാം. താഴെ കൊണ്ട് പോണ്ടേ? കുളിക്കതയും കൂടെ നിക്കണുണ്ട് ഞങ്ങളൊക്കെ ചില ദിവസങ്ങള് ദൂരത്തൊക്കെ പണിയാകുമ്പോ. അവരുടെ ബുദ്ധിമുട്ട് വളരെ വ്യക്തമാണ്. നമ്മളൊപ്പം ചാലിയാർ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ ഉസ്മാൻ ചേരുന്നുണ്ട്. അങ്ങയുടെ ഒരു വാർഡ് കൂടിയാണുള്ളത്. എന്താണ് അങ്ങയുടെ ഈ ഒരു പഞ്ചായത്തിലെ വലിയൊരു പ്രശ്നമാണ് അവർ ഉന്നയിക്കുന്നത്? പഞ്ചായത്ത് ഇതിന് പദ്ധതി പാസ്സാക്കിയിട്ടുണ്ട്, ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് നടപ്പാവാത്തത്? അതായത് ചാലിയാർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് കണ്ടെത്തുക, പദ്ധതി തയ്യാറാക്കി ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന സംഗതി. അത് നമ്മള് നവകേരള സദസ്സിൽ ഇവർ അപേക്ഷ കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ഒരു കത്ത് തന്ന മുറയ്ക്ക് അത് പഞ്ചായത്ത് ചർച്ച ചെയ്യുകയും അടിയന്തരമായിട്ട് ഇത് ചെയ്തു കൊടുക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തു. അതിനുശേഷം അത് ടെൻഡർ ചെയ്തതിന് ശേഷം വിവിധ ഘട്ടങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, അസിസ്റ്റന്റ് എഞ്ചിനീയറെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി ഇതിന്റെ വെള്ളം കൊടുക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും എത്രയും പെട്ടെന്ന് തീർക്കണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് പോലും ഈ മഴ പെയ്യുന്നത് വരെ ഇത് ചെയ്തു തീർക്കാൻ നമ്മളെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ്. ഉദ്യോഗസ്ഥര് ഒരു കാലതാമസം വരുത്തിയതാണ് ഈ പദ്ധതി വേഗം കാരണം. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇവര് പദ്ധതി ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉദ്യോഗസ്ഥന്മാർ അതിന്റെ ചെയ്യിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണ്ടേ? ഞങ്ങൾക്ക് അവരെ വിളിച്ചു കരുത്തി പറയാനേ പറ്റുള്ളൂ. നമ്മൾ ശരിക്കും ഇവിടെ എന്താ ഉദ്ദേശം? ഈ കിണറിന്റെ നവീകരണമാണോ അതോ പൈപ്പ് ലൈൻ ഇടലേ? അല്ല, നിലവിൽ ഇപ്പൊ ഈ കിണർ നവീകരിച്ച് പൊളിഞ്ഞതൊക്കെ ഒഴിവാക്കി റിങ് ഇറക്കി കൊടുത്ത്
ശുദ്ധജലം ലഭ്യമാക്കുക എന്നത് മാത്രമാണ് ഈ കിണർ. ഈ കിണർ ആയാൽ തന്നെ ഇവർക്ക് എല്ലാവർക്കും വെള്ളം കിട്ടും. പിന്നെ പൈപ്പ് ലൈൻ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് പ്രാധാന്യം കൂടിയുണ്ട്. ഏറ്റവും അധികം മലപ്പുറം ജില്ലയിൽ തന്നെ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തൊരു പഞ്ചായത്താണ് ചാലിയാർ. അവിടെയാണ് ശുദ്ധമല്ലാത്ത കുടിവെള്ളം ഉപയോഗിക്കേണ്ട സാഹചര്യം ഇവർക്ക് വരുന്നത്. എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുക? അടിയന്തരമായിട്ട് ഭരണസമിതി ഇപ്പൊ നമ്മളെ ഇലക്ഷൻ പ്രോട്ടോകോളോ കഴിഞ്ഞതിന് ശേഷം ഇനി ഭരണസമിതി യോഗം കൂടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഭരണസമിതി യോഗം കൂടിയിട്ട് ഉചിതമായ തീരുമാനം എടുക്കും നമ്മൾ. അതാണ് നമുക്ക് തീരുമാനം എടുത്ത് ഇവർക്ക് കൊടുക്കുക, ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുക. എത്രത്തോളം അത് വിജയിക്കുമെന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥന്മാർക്കും കൂടി തോന്നണ്ടേ ഇത് നടത്തണം. എന്തുകൊണ്ടാണ് അവർ ഈ ഒരു ടെൻഡർ ചെയ്ത് വർക്ക് ഏറ്റെടുക്കാത്തതെന്ന് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവാൻ പറ്റുന്നത്? എന്താ അതിന്റെ കാരണമായിട്ട്? അവര് ടെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉദ്യോഗസ്ഥന്മാരോട് പറയാനേ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥന്മാർ കരാറുകാരോടും പറയുന്നുണ്ട്. കരാറുകാരെ നമ്മൾ വിളിച്ച് അവരോടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ പോലെ നാളെ ചെയ്യാം മറ്റന്നാൾ ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യുന്നില്ല. എന്താണ് കാരണം നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്? ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ കരാറുകാരുടെയും ഭാഗത്തുനിന്നും ഈ ഒരു മനോഭാവം, മെല്ലെപ്പോക്ക് മനോഭാവമാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്നാണ് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പം മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീ ഉസ്മാൻ പറയുന്നത്. എന്താണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏറ്റവും അധികം മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത ഒരു പഞ്ചായത്താണ് മലപ്പുറം ജില്ലയിൽ ചാലിയാർ. അവിടെയാണ് ശുദ്ധമല്ലാത്ത വെള്ളം കുടിക്കാൻ നിർബന്ധിതരാവുന്നത് ഇവർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത് ഒരു വകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടേ തീരൂ. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.